ഡിസ്കസ് ചെയ്യുന്നത് 1002 മാത്തമാറ്റിക്സ് 1 ഉള്ള സബ്ജക്റ്റിലെ മൊഡ്യൂൾ വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതായത് നമ്മുടെ സെം എക്സാമിന് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ മൊഡ്യൂൾ 1 നമുക്കുള്ളത് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് കോർഡിനേറ്റ് ജോമെട്രിയാണ്. അതിൽ ഫസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കാണലാണ്. Z ഈക്വൽ ടു 3 + 5i ആണെങ്കിൽ ഇതിൽ നമ്മൾ 3നെ റിയൽ പാർട്ടെന്നും 5നെ ഇമാജിനറി പാർട്ടെന്ന് പറയും. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇമാജിനറി പാർട്ടിൻ്റെ ചിഹ്നം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺജുഗേറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് Z ബാർ എന്ന് പറയുന്നത്. ഇത് മിക്കവാറും 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ ഇന്ന് ചോദിക്കാവുന്നത് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ അത് നമ്മൾ മോഡ് Z എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. അപ്പോൾ നമുക്ക് Z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ എന്താ പറയുക 3 + 5i തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് കാണാൻ പറഞ്ഞാൽ മോഡ് Z = √3² + 5² എന്ന് എടുക്കും. അതായത് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ 3² എന്ന് പറയുമ്പോൾ 9, 5² എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 9 + 25 എന്ന് പറയുന്നത് √34 ആണ്. നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ്. ഇനി ഇതിൽ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോമാണ്. പോളാർ ഫോം എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക? Z ഈക്വൽ ടു √3 + i വരും. ഇതിനെ നമുക്ക് എന്തെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യണം? പോളാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. പോളാർ ഫോം എന്ന് പറഞ്ഞാൽ Z ഈക്വൽ ടു r cos θ + IR sin θ എന്നാണ്. അപ്പോൾ നമ്മളിത് കമ്പയർ ചെയ്യാണ് ചെയ്യുക. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ആയിട്ട് എടുത്ത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും r cos θ = √3, r sin θ = 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക, ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുക. നമുക്ക് ആറും തീറ്റയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് r sin θ r cos θ = 1/√3 എന്ന് വരും. ദിസ് ഈക്വൽ ടു 1/√3. ഇതിൽ ആറും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് sin θ cos θ എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമുക്ക് tan θ = 1/√3 എന്ന് വരും. അതായത് θ tan 1/√3 എന്ന് വരും. നമുക്കറിയാം 30 ഡിഗ്രിക്കാണ്, ടാൻ്റെ 30 ഡിഗ്രിക്കാണ് 1/√3 വരും. അപ്പോൾ നമുക്കിതിൽ തീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് r കണ്ടുപിടിക്കലാണ്. r എന്ന് പറഞ്ഞാൽ മോഡ് Z ആണ്. മോഡ് Z നേരത്തെ ഞാൻ പറഞ്ഞു ഇതിൽ വരുന്നത് √3ൻ്റെ സ്ക്വയർ പ്ലസ് എന്ത് വരും? 1ൻ്റെ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് √3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 വരും. 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു √4. √4 എന്ന് പറയുന്നത് നമ്മൾ 2 എടുക്കും. അപ്പോൾ നമുക്ക് തീറ്റയും ആറും കിട്ടിക്കഴിഞ്ഞു. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോളാർ ഫോം എഴുതാം. therefore polar form is equal to Z equal to r cos θ ആണ്. അപ്പോൾ ആറിന് പകരം 2 കൊടുക്കുക. 2 cos തീറ്റയ്ക്ക് പകരം 30 ഡിഗ്രി കൊടുക്കുക പ്ലസ് IR sin θ ആണ്. അപ്പോൾ I × 2 × sin 30 ഡിഗ്രി എന്ന് എഴുതും. അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 2 cos 30 ഡിഗ്രി പ്ലസ് 2I sin 30 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് പോളാർ ഫോം. ഇതിപ്പോൾ എങ്ങനെയാണെങ്കിലും ചോദിക്കാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ അഡീഷനാണ്. ഒരു ക്വസ്റ്റ്യൻ തരാം. ആഡ് ദ കോംപ്ലക്സ് നമ്പേഴ്സ് 2 + 3i 1 - 4i and -2 + i. ഇപ്പോൾ കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുക പ്ലസ് ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യാണ് ചെയ്യുക. ഇവിടുത്തെ റിയൽ പാർട്ടുകൾ ആദ്യം 2 പ്ലസ് ഇവിടുത്തെ 1 പ്ലസ് ഇവിടുത്തെ -2 അത് നമ്മളൊരു ബ്രാക്കറ്റിൽ ഇടുക പ്ലസ് i × ഇനി ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ 3 ഇവിടുത്തെ -4 ഇവിടുത്തെ വരുന്നത് +1 ആണ്.
നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 3 മൈനസ് 2 വരും. 3 മൈനസ് 2 വരുമ്പോൾ 3 മൈനസ് 2 പ്ലസ് ഐ ഇൻറ്റു ഇവിടെ 3 മൈനസ് 4 എന്ന് പറയുമ്പോൾ -1 വരും. -1 പ്ലസ് 1 വരും. 3 മൈനസ് 2 വരുമ്പോൾ 1 ആണ് വരിക. 1 പ്ലസ് ഐ ഇൻറ്റു ഇവിടെ എന്ത് വരുന്നുണ്ട് -1 പ്ലസ് 0 1 എന്ന് പറയുമ്പോൾ 0 ആണ് വരും. ദാറ്റ് ഈസ് 1 പ്ലസ് 0 ഐ വരും. 0 ഐ വരുന്നിടത്ത് അവിടെ ഇടണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി 1 ഇട്ടാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുക. സബ്ട്രാക്ഷൻ ഇതേപോലെ തന്നെയാണ്. റിയൽ പാർട്ടിൽ നിന്ന് റിയൽ പാർട്ടുകൾ കുറയ്ക്കുക, ഇമാജിനറി പാർട്ടിൽ നിന്ന് ഇമാജിനറി പാർട്ട് കുറയ്ക്കുക. അപ്പോൾ സബ്ട്രാക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ തരാം. സബ്ട്രാക്ട് 5 മൈനസ് 8i ഫ്രം 6 മൈനസ് 3i. അപ്പോൾ ക്വസ്റ്റ്യൻ നേരെ വായിച്ചു നോക്കണം ഏതിൽ നിന്ന് ഏതാണ് കുറയ്ക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 മൈനസ് 3iൽ നിന്ന് 5 മൈനസ് 8i കുറയ്ക്കാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ റിയൽ പാർട്ട് എടുക്കുക. അപ്പോൾ 6 ആണ് റിയൽ പാർട്ട്. 6 മൈനസ് ഇവിടുത്തെ ഇമാജിനറി പാർട്ട് 5 ആണ്. അത് നമ്മൾ എഴുതി. ഇനി അതേപോലെ തന്നെ പ്ലസ് ഇടുക. പ്ലസ് ഐ ഇൻറ്റു ഇവിടുത്തെ ഇമാജിനറി പാർട്ട് -3 ആണ്. മൈനസ് ഇവിടുത്തെ ഇമാജിനറി പാർട്ട് -8 ആണ്. അപ്പോൾ ഈ രണ്ട് മൈനസ് വരുന്നത് തെറ്റിക്കരുത്. ഇത് ഇതിൻ്റെ മൈനസ് ചിഹ്നം, ഇത് നമ്മൾ കുറയ്ക്കുകയാണുള്ളതിൻ്റെ ചിഹ്നം, ഇത് ഈ നമ്പറിൻ്റെ -8ൻ്റെ ചിഹ്നം. ദാറ്റ് ഈസ് 6 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 പ്ലസ് ഇതെന്തായി മാറും -3. രണ്ട് മൈനസ് അടുത്ത് വന്ന് നമുക്കറിയാതെ എന്താവും പോസിറ്റീവ് ആവും. ദിസ് ഈസ് 1 പ്ലസ് ഐ ഇൻറ്റു എന്ത് കിട്ടും -3 പ്ലസ് 8 എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 5 എന്ന് കിട്ടും. ഐ 5 എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതും 5i എന്ന് എഴുതും. അപ്പോൾ 1 പ്ലസ് 5i എന്നാണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ ആണ്. എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എങ്ങനെയായിരിക്കും ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് എന്നെനിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഫൈൻഡ് ദ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ എന്നായിരിക്കും. ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് the following complex numbers അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ദ ഫോളോയിങ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നായിരിക്കും. കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെ 3 പ്ലസ് 3i, 5 പ്ലസ് 2i ആണ്. ഇത് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലെങ്ങനെ എഴുതണം 3 പ്ലസ് 3i ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടിട്ട് 5 പ്ലസ് 2i എന്ന് എഴുതണം. ഇനി നമ്മൾ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ 3 ഇൻറ്റു 5 പ്ലസ് ഇടുക. പിന്നെ എന്ത് ചെയ്യണം 3 ഇൻറ്റു 2i, 3 ഇൻറ്റു 2i പ്ലസ് 3i ഇൻറ്റു 5 പ്ലസ് 3i ഇൻറ്റു 2i. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. 3 ഇൻറ്റു 5 15 പ്ലസ് 3 ഇൻറ്റു 2i 6i പ്ലസ് 3i ഇൻറ്റു 5 15i പ്ലസ് 3i ഇൻറ്റു 2i എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 2 6, i ഇൻറ്റു i എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതും i സ്ക്വയർ എന്ന് എഴുതും. നമുക്കറിയാം i സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് -1. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മളത് കൊടുക്കണം. 15 പ്ലസ് 6i പ്ലസ് 15i പ്ലസ് 6 ഇൻറ്റു -1 എന്ന് കൊടുക്കണം. 6i സ്ക്വയർ പറഞ്ഞാൽ 6 ഇൻറ്റു i സ്ക്വയർ എന്നാണ് അർത്ഥം. ഇനി നമുക്ക് നോക്കാം. 15 പ്ലസ് 6iയും 15iയും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം 21i ആണ്. ഇത് പ്ലസ് മൈനസും കൂടി ചേരുമ്പോൾ എന്താവും മൈനസ് ആയിരിക്കും. അപ്പോൾ -6 വരും. ഇനി 15ൽ നിന്ന് 6 കുറച്ചാൽ എന്ത് കിട്ടും 9. 9 പ്ലസ് 21i എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമ്മൾ നോക്കുന്നത് കോർഡിനേറ്റ് ജോമെട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിൽ ആദ്യം കോർഡിനേറ്റ് ജോമെട്രിയിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒന്ന് സ്ലോപ്പ് കാണാനുള്ളതാണ്. അപ്പോൾ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് എന്നിട്ട് സ്ലോപ്പ് കാണാൻ പറയും. ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ 5 -2, 6 5 ഇങ്ങനെ 2 പോയിന്റ് എന്നിട്ട് ഇതിൻ്റെ സ്ലോപ്പ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല m is equal to y2 minus y1 by x2 minus x1 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്ന പോയിന്റിനെ x1 y1 എടുക്കുക, രണ്ടാമത് തന്ന പോയിന്റിനെ x2 y2 എന്ന് എടുക്കുക. ഇനി നമ്മളതിൽ കൊടുക്കുക. ഇവിടെ y2 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 മൈനസ് ഈ മൈനസ് ആണ് ഫോർമുലയിലുള്ളത്. y1 എന്ന് പറയുന്നത് എന്താണ് -2 ആണ്. അവിടെ കൊടുക്കുക. ബൈ x2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 5 ആണ്. നമുക്കറിയാം 5 മൈനസ് -2 എന്ന് പറയുമ്പോൾ എന്താവും 5 പ്ലസ് 2 ആവും. 5 പ്ലസ് 2 ബൈ 1 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 7/1 എന്ന് വരും. അപ്പോൾ ഡിനോമിനേറ്റർ 1 ആയാൽ അത് എഴുതേണ്ട കാര്യമില്ല. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും 7 ആയിരിക്കും. ഇതാണ് 2 പോയിന്റ് തന്ന സ്ലോപ്പ് കാണാനുള്ള ഇത്. ഇനി നമുക്കിതിൽ പറയാനുള്ളത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻസ് ആണ്. അതിൽ 4 കേസുകൾ പറയുന്നുണ്ട്. ആ 4 കേസുകളുടെ
ഫോർമുല ഇത് പറയുന്നത് ഫോർമുലാസ് ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിലൊന്നുള്ളത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം അതെന്ന് പറയുന്നത് y = mx + c എന്നാണ്. നെക്സ്റ്റ് കേസ് 2 എന്ന് പറയുന്നത് സ്ലോപ്പ് പോയിന്റ് ഫോമാണ്. സ്ലോപ്പ് പോയിന്റ് ഫോം എന്ന് പറയുന്നത് y - y1 = m × x - x1 ആണ്. m എന്ന് പറയുന്നത് സ്ലോപ്പാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ 2 പോയിന്റ് ഫോം ആണ്. 2 പോയിന്റ് ഫോം എന്ന് പറഞ്ഞാൽ 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും, എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ പറയും. 2 പോയിന്റ് ഫോം എന്ന് പറയുന്നത് y - y1 = y2 - y1 / x2 - x1 × x - x1 ആണ്. ദെൻ അടുത്തത് ഇൻ്റർസെപ്റ്റ് ഫോം ആണ്. x/a + y/b = 1 ആണ്. ഈ 4 കേസസ് ആണ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻസ് കാണാനുള്ളത് വരുന്നത്. ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കേസ് 1 വെച്ചിട്ടുള്ളതാണ്. അതിൽ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ. Find the equation of a line with angle of inclination angle of inclination 45 degree with the x-axis and y-intercept -1. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് കേസ് 1 ആണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ y-intercept -1 തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ്. അപ്പോൾ എപ്പോഴും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അത് സ്ലോപ്പ് എന്ന് പറയുന്നത് m = tan θ ആണ്. നേരത്തെ സ്ലോപ്പ് കാണാനുള്ള ഒരു ഫോർമുല പറഞ്ഞു. അതുകൂടാതെ ഇതും കൂടി ഉണ്ട്, m = tan θ. അപ്പോൾ m = tan എത്ര കിട്ടും? തീറ്റ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. tan 45ൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? m കിട്ടി. y-intercept പറഞ്ഞാൽ c ആണ്. c എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? -1 തന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. ഇക്വേഷൻ y = mx + c എന്നാണ്. അപ്പോൾ y = m എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ 1x എന്ന് പറയുമ്പോൾ 1 × x ആണ്, പ്ലസ് c എന്ന് പറയുമ്പോൾ എത്രയാണ്? -1 ആണ്. ദാറ്റ് ഈസ് y = x പ്ലസും മൈനസും കൂടി ചേരുമ്പോൾ എന്തായിരിക്കും? -1 കിട്ടും. ഇങ്ങനെ തന്നെ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വൈനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് x - 1 ഈ പ്ലസ് y അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -y = 0. നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുക. ആദ്യം കഴിഞ്ഞ് എക്സ്, പിന്നെ y, പിന്നെ കോൺസ്റ്റൻറ്റ് നമ്മൾ എഴുതി. അപ്പോൾ ആദ്യം x എഴുതി, പിന്നെ എന്തെഴുതി? -y എഴുതി, പിന്നെ -1 എഴുതി, = എന്തെഴുതി? 0 എന്ന് എഴുതി. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്? സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇതാണ് കേസ് 1 വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം. ഇതേപോലെ എങ്ങനെയാണെങ്കിലും ചോദിക്കാം. പോയോ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ the equation of a straight line with x-intercept 3 and y-intercept 5. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 2 ഇൻ്റർസെപ്റ്റുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ഫോമാണ്. അപ്പോൾ x/a + y/b = 1 എന്നാണ് ഇൻ്റർസെപ്റ്റ് ഫോം. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഇൻ്റർസെപ്റ്റ്, അതിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 5 ആണ്, 3 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് y/b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഇൻ്റർസെപ്റ്റ് ആണ്. അത് 3 തന്നിട്ടുണ്ട്, 3 ആണെന്ന് തന്നിട്ടുണ്ട്. അതിവിടെ കൊടുക്കുമ്പോൾ നമുക്ക് x/3 + y/5 എന്ത് കിട്ടും? നമുക്ക് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇത് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ x × 5 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 5x പ്ലസ് എന്ത് വരും? 3y എന്ത് കിട്ടും? 3 × 5 15 = 1. നമ്മൾ ഈ 15നെ അങ്ങോട്ട് കൊണ്ടുപോകുക. ഇവിടെ y ആണ്, അത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. അപ്പോൾ 5x + 3y = 1 × 15 കിട്ടും. That is 5x + 3y = 1 × 15 എന്ത് തന്നെയാണ്? 15 തന്നെയാണ്. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 15 ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് = 0 എന്നുള്ള രൂപത്തിലേക്ക്. അപ്പോൾ 5x + 3y
-15 is equal to എന്ന് എഴുതാം 0 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് വരുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ള റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 3, 8 and 6, 12 എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2 പോയിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 പോയിന്റ്സ് വന്നിട്ട് സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ 2 പോയിന്റ് ഫോം ആണ്. 2 പോയിന്റ് ഫോം നമുക്കറിയാം y minus y1 is equal to y2 minus y1 by x2 minus x1 into x minus x1 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകളെ ആദ്യത്തെ പോയിന്റിന് അതായത് x1 y1 എന്ന് പറയുന്നത് ഇതായിട്ട് എടുക്കുക 3, 8 ആയിട്ട് എടുക്കുക. പിന്നെ x2 y2 എന്ന് പറയുന്നത് 6, 12 ആയിട്ട് എടുക്കുക. ഇനി നമ്മൾ അതിൽ കൊടുക്കാൻ പോവാണ് y minus y1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇതാണ് x1 y1. അപ്പോൾ y minus 8 is equal to y2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 12 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 8 ബൈ x2 മൈനസ് x2 പറഞ്ഞാൽ 6 മൈനസ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 3. അപ്പോൾ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നുണ്ട് 3 ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് y മൈനസ് 8 is equal to 12 മൈനസ് 8 നമുക്ക് എത്ര 4 ബൈ 6 മൈനസ് 3 ഇൻറ്റു x മൈനസ് 3. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ y3നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ y മൈനസ് 8 ഉണ്ട്. അപ്പോൾ y മൈനസ് 8ന് മുഴുവനും മൾട്ടിപ്ലൈ ചെയ്യണം 3. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് ഇടണം 3 ഇൻറ്റു y മൈനസ് 8 is equal to 4 ഇൻറ്റു x മൈനസ് 3 എന്ന് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക പറഞ്ഞാൽ 3 കൊണ്ട് ഇതിനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു y എന്ന് പറയുന്നത് എന്ത് കിട്ടും 3y. 3 ഇൻറ്റു മൈനസ് 8 എന്ന് പറയുന്നത് എന്ത് കിട്ടും -24 is equal to 4 ഇൻറ്റു എക്സ് എന്ത് കിട്ടും 4x. അതുപോലെ 4 ഇൻറ്റു മൈനസ് 3 -12 എന്ന് കിട്ടും. ഇനി എന്താ വെച്ചാൽ എക്സ് പോസിറ്റീവ് ആവുന്ന രീതിയിൽ വേണം നമ്മളതിനെ അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നിർത്തുമ്പോഴാണ് എക്സ് പോസിറ്റീവ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്ത് കിട്ടും 4x -12 അടുത്ത +3y കൂടി വരുമ്പോൾ എന്താവും -3y ആവും. -24 എങ്ങോട്ട് പോകുമ്പോൾ എന്താവും +24 ആവും. ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതും 0. നമ്മൾ 4x എഴുതി. ഇനി വൈയുടെ ടേംസ് എഴുതുക -3y. ഇനി കോൺസ്റ്റൻറ്റ് ടേംസ് ഏതൊക്കെയാണ് നോക്കുക, -12 ഉണ്ട് +24 ഉണ്ട്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 24 12 കുറയ്ക്കുമ്പോൾ 12 കിട്ടും. +12 ഈക്വൽ ടു 0 എന്ന് വരും. ഇതാണ് 2 പോയിന്റ് ഫോമിലെ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത് നമ്മൾ നോക്കുന്നത് റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് -2 ആൻഡ് പാസിംഗ് ത്രൂ -2, 3. നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഗിവൻ ഡാറ്റാസ് ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സ്ലോപ്പ് -2 ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും m is equal to -2 എന്ന് എഴുതും. ഇനി ഇത് പാസ് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പോൾ പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തറിയാം x1 y1 is equal to എന്ത് എഴുതാം -2, 3 എന്ന് എഴുതും. ഇവിടെ സ്ലോപ്പും ഉണ്ട് പോയിന്റും ഉണ്ട്. പറഞ്ഞിട്ടുണ്ട് സ്ലോപ്പും പോയിന്റും എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് പോയിന്റ് ഫോമാണ്. സ്ലോപ്പ് പോയിന്റ് നമുക്ക് എന്തറിയാം y മൈനസ് y1 is equal to m ഇൻറ്റു എക്സ് മൈനസ് x1 ആണ്. ദാറ്റ് ഈസ് y മൈനസ് y1 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് 3 is equal to m എന്ന് പറയുന്നത് എത്രയാണ് -2 ഇൻറ്റു എക്സ് മൈനസ് -2. കാരണം x1 എന്ന് പറയുന്നത് എത്രയാണ് -2 ആണ്. ദാറ്റ് ഈസ് y മൈനസ് 3 is equal to -2 ഇൻറ്റു ഈ രണ്ട് മൈനസും ചേർന്ന് എന്താവും പ്ലസ് ആവും. ഇനി നമ്മൾ y മൈനസ് 3 is equal to ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. -2 ഇൻറ്റു എക്സ് -2x -2 ഇൻറ്റു +2 എന്ത് കിട്ടും -4 എന്ന് കിട്ടും. നമ്മളിതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ y മൈനസ് 3 + 2x ആവും +4 is equal to എന്ത് കിട്ടും 0. ആദ്യം നമ്മൾ എക്സിൻ്റെ ടേം എഴുതാം 2x, പിന്നെ വൈയുടെ ടേം എഴുതാം +y, പിന്നെ കോൺസ്റ്റൻറ്റ് ടേം നോക്കുക -3 +4 ആണ്. അത് 4 നിന്ന് 3 കുറയ്ക്കുക. 4 നിന്ന് 3 കുറച്ചാൽ എത്രയാണ് 1 ആണ്. ഈക്വൽ ടു എന്ത് കിട്ടും 0 എന്ന് കിട്ടും. ഇതാണ് സ്ലോപ്പ് പോയിന്റ് ഫോം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഹാവിങ് എക്സ് ഇൻറ്റർസെപ്റ്റ് 5 ആൻഡ് പാസിംഗ് ത്രൂ 3 -2. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇൻറ്റർസെപ്റ്റും ഒരു പോയിന്റും തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് 2 ഇൻറ്റർസെപ്റ്റ് എന്നുള്ള ഫോമാണ് ഇൻറ്റർസെപ്റ്റ് ഫോമാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് തരുന്നത് നമുക്ക് ഏത് തരാത്ത ഇൻറ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻറ്റർസെപ്റ്റ് ഫോം എഴുതാം. അത് x/a + y/b is equal to 1 ആണ്. അതിൽ നമുക്ക് തന്നിരിക്കുന്ന എക്സ് ഇൻറ്റർസെപ്റ്റ് ആണ്. അതായത് എ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട് 5 ആണ് തന്നിട്ടുണ്ട്. ബി നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഏത് പോയിന്റ് തന്നിരിക്കുന്നത് 3 -2 എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ട്.
3 -2 ഇതിൽ കൂടെ പാസ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് കാണുന്നോടത്ത് 3 കൊടുക്കണം, വൈ കാണുന്നോടത്ത് എന്ത് കൊടുക്കണം, -2 കൊടുക്കണം. അപ്പോൾ എന്താ വരിക നോക്കാം. അപ്പോൾ ഇതെന്താവും, എക്സിന് 3 കൊടുക്കുമ്പോൾ 3/5 എന്ന് വരും. A5 അല്ലേ, 3/5 പ്ലസ് വൈക്ക് എന്ത് കൊടുക്കണം, -2 കൊടുക്കണം. ബൈ ബി നമുക്കറിയില്ല, ഈക്വൽ ടു എന്ത് കൊടുക്കണം, 1 എന്ന് കൊടുക്കണം. ഇനി സാധാരണത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 3 × b എന്ന് കിട്ടും. 3 × b 3b പ്ലസ് ഇതൊരു -2 × 5 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, -10 ബൈ എന്ത് വരും, 5 × b എന്ന് പറയുന്നത് എന്ത് കിട്ടും, 5b ഈസ് ഈക്വൽ ടു 1 കിട്ടും. ഇവിടെ പ്ലസ് മൈനസ് ഒരുമിച്ച് വരുമ്പോൾ എന്ത് കിട്ടും, മൈനസ് ആയിരിക്കും. അപ്പോൾ 3b -10 ബൈ 5b ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. നമ്മൾ ഈ 5bനെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്ത് കിട്ടും, 3b -10 ഈസ് ഈക്വൽ ടു 1 × 5b എന്ന് വരും. ദാറ്റ് ഈസ് 3b -10 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 5b എന്ന് വരും. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബികളെയൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, ബാക്കിയുള്ളതിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ 3b ഇവിടെ നിർത്തി, പ്ലസ് 5b ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, -5b ആയിരിക്കും. -10 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും, +10 ആയിരിക്കും. 3b നിന്ന് 5b കുറച്ച് നമുക്കറിയാം എന്താ വരിക, -2b. -2b ഈസ് ഈക്വൽ ടു 10. therefore b ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 10/-2. പറയാം 10/2 5 ആണ്. പിന്നെ -2 ആയ കാരണം എന്ത് കൂടി കിട്ടും, -5 എന്ന് കൂടി കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, y ഇൻ്റർസെപ്റ്റ് അതായത് b എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, -5 കിട്ടി. ഇനി നേരെ നമ്മൾ ചെയ്തത് ഈ ഒരു ഇക്വേഷനിലേക്ക് പോവാണ്. x/a + y/b ഈസ് ഈക്വൽ ടു 1ലേക്ക് പോവാണ്. പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, x/, എന്ത് കൊടുക്കുക, എക്ക് പകരം 5 കൊടുക്കുക, പ്ലസ് y/bക്ക് പകരം എന്ത് കൊടുക്കുക, -5 കൊടുക്കുക, ഈക്വൽ ടു എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. ഇത് x/5. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിൽക്കരുത്, കാരണം ഇവിടെ 5 ആണ്, -5 ആണ്. അപ്പോൾ ഈ പ്ലസും മൈനസും ചേർന്ന് തന്നെ ഇവിടെ എന്തായി മാറും, മൈനസ് ആവും. അപ്പോൾ y/5 ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ ഡിനോമിനേറ്റർ ഒരേപോലെയാവും. ഡിനോമിനേറ്റർ വ്യത്യാസം ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവുക. ഒരേപോലെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്റർ മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, പ്ലസ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക. ഇവിടെ മൈനസ് ആണ്, അപ്പോൾ x-y/5 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, 1 എന്ന് എഴുതാം. നമുക്ക് നേരത്തെ പോലെ തന്നെ 5നെ അങ്ങോട്ട് കൊണ്ടുപോകാം. x-y ഈസ് ഈക്വൽ ടു ഇവിടെ /5 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, × 5 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 5 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇപ്പം നമുക്ക് കിട്ടിയത് x-y ഈക്വൽ ടു 5 ആണ്. ഇനി എന്ത് വരും, x-y -5 ഇങ്ങോട്ട് വരും, +5 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, -5 ആവും, ഈക്വൽ ടു എന്ന് എഴുതാം നമുക്ക് 0. ദിസ് ഈസ് ദ റിക്വയർഡ് ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ് ഇന്റർസെപ്റ്റ് ഓഫ് എ ലൈൻ ഈസ് 3 times its y intercept. The line passes through -3 -6 3. Find its equation ആണ്. അപ്പോൾ നമുക്കിവിടെ എക്സ് ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്നുണ്ട്, എക്സ് ഇന്റർസെപ്റ്റ് ആദ്യമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, y ഇന്റർസെപ്റ്റിൻ്റെ 3 times ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പോയിന്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ഇന്റർസെപ്റ്റുകളെ തമ്മിൽ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 ഇന്റർസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതാണ്, എക്സ് ഇന്റർസെപ്റ്റ് ഫോമാണ്. അതായത് ഇന്റർസെപ്റ്റ് ഫോമാണ്. ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വരുന്നത്, x/a + y/b ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ്. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് a എന്ന് പറയുന്നത് ബിയുടെ 3 times ആണെന്ന് പറഞ്ഞത്. എന്ന് പറയുന്നത് എത്രയാണ്, ബിയുടെ 3 times. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, a ഈക്വൽ ടു 3b എന്ന് എഴുതാം. ഈ നമ്മൾ ആ ഇതിൽ കൊടുക്കുമ്പോൾ, ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ x/aക്ക് പകരം എന്ത് കൊടുക്കുക, 3b പ്ലസ് y/b ഈസ് ഈക്വൽ ടു എന്ത് കിട്ടിയിട്ടുണ്ട്, 1 കിട്ടിയിട്ടുണ്ട്. ഈ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പോയിന്റ് തന്നിരിക്കുന്നത്. ഏതാ പോയിന്റ് തന്നിരിക്കുന്നത്, -6 3. അപ്പോൾ എക്സ് കാണുന്നിടത്ത് നമ്മൾ എന്ത് കൊടുക്കുക, -6 കൊടുക്കുക, y കാണുന്നിടത്ത് എന്ത് കൊടുക്കുക, 3 കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടും, -6/3b പ്ലസ് 3/b ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1 കിട്ടും. നമുക്കറിയാം 6ഉം 3ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 2 ആണ്. അപ്പോൾ -2/b പ്ലസ് 3/b ഈസ് ഈക്വൽ ടു 1. ഇവിടെയും ഡിനോമിനേറ്റർ ഈക്വൽ ആണ്, അതുകൊണ്ട് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ -2 + 3 all divided by b ഈസ് ഈക്വൽ ടു 1 കിട്ടും. നമുക്കറിയാം -2 + 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1/b ഈസ് ഈക്വൽ ടു 1. therefore b ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. d1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, a എന്ന് പറയുന്നത് 3b ആണ് പറഞ്ഞിരുന്നത്. therefore a ഈസ് ഈക്വൽ ടു 3 × 1 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഈ 3 അപ്പോൾ എയും ബിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇക്വേഷനിൽ പോയിട്ട് എയുടെയും ബിയുടെയും വാല്യൂസ് അവിടെ കൊടുക്കുക. x/a എന്നല്ലേ, അപ്പോൾ x/aക്ക് പകരം അത് കൊടുക്കുക, 3 കൊടുക്കുക, പ്ലസ് y/b എത്ര കിട്ടിയിട്ടുണ്ട്, 1 ഈസ് ഈക്വൽ ടു 1 കൊടുക്കുക. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ
രണ്ടിൻ്റെ ഡിനോമിനേറ്റർ വ്യത്യാസമാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 ഇൻറ്റു എക്സ് എന്ന് കിട്ടും എക്സ് പ്ലസ് വൈ ഇൻറ്റു 3 എന്ന് കിട്ടും 3y ബൈ 3 ഇൻറ്റു 1 എന്ന് കിട്ടും 3 ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇനി ഈ 3നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാം. എക്സ് പ്ലസ് 3y ഇസ് ഈക്വൽ ടു ഇവിടെ ബൈ 3 ആണ്, അങ്ങോട്ട് പോകുമ്പോൾ എന്ത് കിട്ടും ഇൻറ്റു 3 കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 3y ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ 3 അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എക്സ് പ്ലസ് 3y പ്ലസ് 3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും മൈനസ് 3 ആയിരിക്കും ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. അടുത്തത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് വിത്ത് സ്ലോപ്സ് √3 ആൻഡ് 1/√3 ആണ്. അപ്പോൾ ആംഗിൾ കാണാനുള്ള ഫോർമുല പറഞ്ഞാൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു m1 മൈനസ് m2 ബൈ 1 പ്ലസ് m1 m2 എന്നാണ്. m1 m2 എന്നൊക്കെ പറഞ്ഞാൽ തന്നിരിക്കുന്ന സ്ലോപ്പുകളാണ്. അപ്പോൾ m1 എന്ന് പറയുന്നത് നമ്മൾ എന്തെടുക്കും, m1 ഈസ് ഈക്വൽ ടു √3, പിന്നെ m2 ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കും, നമ്മുടെ 1/√3 എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിൽ കൊടുക്കുമ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു m1 എന്ന് പറയുമ്പോൾ √3 മൈനസ് എന്ത് വരുന്നുണ്ട് 1/√3 ബൈ 1 പ്ലസ് m1 √3 ഇൻറ്റു m2 എന്ന് പറയുമ്പോൾ 1/√3 എന്ന് വരും. ദിസ് ഈസ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ √3യുടെ ഡിനോമിനേറ്ററായിട്ട് എന്തുണ്ടെന്ന് വരണം, 1 ഉണ്ടെന്ന് വരണം. തെറ്റാതിരിക്കാനാണ് അത് 1/√3 ബൈ 1 പ്ലസ് നമുക്കറിയാം ഇവിടുത്തെ √3 കൂടി വെട്ടിപ്പോകുമ്പോൾ ബാക്കി എന്തേ വരുള്ളൂ 1 വരും. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം √3 ഇൻറ്റു √3 എങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ √3 ഇൻറ്റു √3 √3ൻ്റെ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 1 1 തന്നെ ബൈ എന്ത് കിട്ടും 1 ഇൻറ്റു √3 കിട്ടും ബൈ എന്ത് കിട്ടുന്നുണ്ട് 2 എന്ന് വരുന്നുണ്ട്. നമുക്ക് ഇനി നമുക്ക് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു √3ൻ്റെ സ്ക്വയർ എത്രയാണ് 3 മൈനസ് 1 ബൈ √3 ബൈ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈ √3 ബൈ 2 എന്ന് കിട്ടും. ഈ രണ്ടും കൂടി എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ നമുക്ക് എന്ത് കിട്ടും, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/√3 എന്ന് കിട്ടും. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/√3. അതിന് നമുക്ക് എന്ത് കാണാം, തീറ്റ കാണാം. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/√3 എന്നാണ്. ദാറ്റ് ഈസ് ടാൻ്റെ ഏത് വാല്യൂവിനാണ്, ഏത് ഡിഗ്രിക്കാണ് 1/√3 വരുന്നത് നമുക്കറിയാം. ഏത് ഡിഗ്രിക്കാണ് 30 ഡിഗ്രിക്കാണ്. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഏതാണ്, അതിൽ 30 ഡിഗ്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇക്വേഷൻ ടു എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ 4, 5 വിച്ച് ഈസ് പാരലൽ ടു 2x പ്ലസ് 3y ഈക്വൽ ടു 4. അപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈനിന് പാരലൽ ആയിട്ടുള്ള വേറൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാവുന്ന ആ സ്ട്രേറ്റ് ലൈനെ നമ്മൾ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ള ഫോർമുല എഴുതണം. അവിടെ നമുക്ക് തന്നിരിക്കുന്ന 2x പ്ലസ് 3y ഈക്വൽ ടു 4 ആണ്. 2x പ്ലസ് 3y ഈക്വൽ ടു 4 ആണ്. അപ്പോൾ അതിന് ആദ്യം ഈക്വൽ ടു 0 എന്നുള്ളതിലാകുമ്പോൾ 2x പ്ലസ് 3y പ്ലസ് 4 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും -4 ഈക്വൽ ടു 0 ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇങ്ങനെ പാരലലായിട്ട് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കോൺസ്റ്റൻറ്റ് ടേമിനെ മാറ്റിയിട്ട് അവിടെ എന്താക്കുക, പ്ലസ് കെ ആക്കാം. 2x പ്ലസ് 3y പ്ലസ് കെ ഈസ് ഈക്വൽ ടു 0. ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പോയിന്റ് തന്നിരിക്കുന്നത്. പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ് വരിക, 4, 5 ആണ്. 4, 5 വരുമ്പോൾ എക്സ് കാണുന്നിടത്ത് 4 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, 2 ഇൻറ്റു 4 പ്ലസ് 3y പറഞ്ഞാൽ 3 ഇൻറ്റു y ആണ്. വൈക്ക് പകരം എന്ത് കൊടുക്കുക, 5 കൊടുക്കുക. പ്ലസ് കെ ഈസ് ഈക്വൽ ടു എന്ത് എഴുതുക, 0. നമുക്കറിയാം 2 ഇൻറ്റു 4 എത്രയാണ് 8 പ്ലസ് 3 ഇൻറ്റു 5 15 പ്ലസ് കെ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും 0. 15 പ്ലസ് 8 എത്ര 23 പ്ലസ് കെ ഈസ് ഈക്വൽ ടു 0. ദെൻ കെ ഈസ് ഈക്വൽ ടു പ്ലസ് 23 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും -23. അപ്പോൾ കെയുടെ വാല്യൂ കിട്ടി. കെയുടെ വാല്യൂ കിട്ടിയാൽ നേരെ ഈ ഇക്വേഷനിൽ വരിക, എന്നിട്ട് അവിടെ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും, 2x പ്ലസ് 3y പ്ലസ് -23 ഈക്വൽ ടു 0 എന്ന് വരും. അതൊന്നുകൂടി നന്നാക്കി എഴുതുമ്പോൾ 2x പ്ലസ് 3y പ്ലസ് മൈനസും കൂടി ചേർത്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും, -23 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഇക്വേഷന് പാരലൽ ആയിട്ടുള്ള ഇക്വേഷൻ വരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ 4, 5 ആൻഡ് പെർപെൻഡിക്കുലർ ടു 2x പ്ലസ് 3y ഈക്വൽ ടു 4. കഴിഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ പാരലൽ എന്നുള്ളത് എന്തായി മാറി, പെർപെൻഡിക്കുലർ ആയി. പെർപെൻഡിക്കുലർ ആവുക പറഞ്ഞാൽ തന്ന ഇക്വേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ള ഫോർമുല എഴുതണം. അതിൻ്റെ ഇക്വേഷൻ ടു എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ 4, 5 ആൻഡ് പെർപെൻഡിക്കുലർ ടു 2x പ്ലസ് 3y ഈക്വൽ ടു 4 എന്നാണ്.
ഇപ്പോൾ ഒരു ഇക്വേഷൻ പെർപെൻഡിക്കുലർ ടു വേറൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ബി എക്സ് മൈനസ് എ വൈ പ്ലസ് കെ ഈക്വൾ ടു 0 എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൾ ടു 0 എന്നുള്ള ഫോമിൽ എഴുതണം. നമ്മുടെ തന്ന ഇക്വേഷൻ ഇങ്ങനെയായി മാറും 2x പ്ലസ് 3y മൈനസ് 4 ഈക്വൾ ടു 0 ആവും. ഇതിൽ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 ആയിരിക്കും. ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3 ആയിരിക്കും. ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ അത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ബിക്ക് പകരം 3 കൊടുക്കുക. അപ്പോൾ 3x മൈനസ് എക്ക് പകരം കൊടുക്കുക 2, 2y പ്ലസ് കെ ഈസ് ഈക്വൾ ടു 0 എന്ന് കിട്ടും. ഈ കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഏത് പോയിന്റ് നിൽക്കുന്നത്, 4, 5 എന്നുള്ള പോയിന്റ് നിൽക്കും. എക്സ് കാണുന്നിടത്ത് 4ഉം വൈ കാണുന്നിടത്ത് 5 കൊടുക്കണം. അപ്പോൾ 3 × 4 മൈനസ് 2 × 5 പ്ലസ് കെ ഈക്വൾ ടു എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. 3 × 4 എത്രയാണ്, 12. 12 മൈനസ് 10 പ്ലസ് കെ ഈസ് ഈക്വൾ ടു എന്ത് കിട്ടും, 0. 12 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 പ്ലസ് കെ ഈസ് ഈക്വൾ ടു 0. കെ ഈസ് ഈക്വൾ ടു ഈ പ്ലസ് 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, -2 ആവും. ഇനി ഇത് നേരെ ഈ ഇക്വേഷനിൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3x മൈനസ് 2y പ്ലസ് -2 ഈസ് ഈക്വൾ ടു 0. ദാറ്റ് ഈസ് 3x മൈനസ് 2y പ്ലസ് മൈനസും ചേർന്ന് എന്താവും, -2 ഈക്വൾ ടു 0 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്നത്, ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് 2x മൈനസ് 3y ഈസ് ഈക്വൾ ടു 11, 3x പ്ലസ് 4y ഈസ് ഈക്വൾ ടു 8. രണ്ട് സ്ട്രേറ്റ് ലൈനിൻ്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാണാൻ പറഞ്ഞാൽ നമുക്ക് സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് എലിമിനേഷൻ മെത്തേഡാണ്. എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സ് എലിമിനേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എക്സ് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ 2x മൈനസ് 3y ഈസ് ഈക്വൾ ടു 11 എന്നുള്ളതിനെ നമ്മൾ എന്ത് കൊടുക്കുക, ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. അതേപോലെ 3x പ്ലസ് 4y ഈക്വൾ ടു 8 എന്നുള്ളതിനെ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. നമുക്ക് എക്സ് എലിമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇക്വേഷനിലും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, അതായത് ഈ ഇടത് സൈഡിൽ കിടക്കുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ ഈക്വൽ ആക്കണം. ആ നമ്പർ ഈക്വൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഒന്നാമത്തെ ഇക്വേഷനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 6 ആവില്ലേ. ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ കൊണ്ട് ഇതിനെയും ഇവിടുത്തെ നമ്പർ കൊണ്ടും ഒന്നാമത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറും, ഈക്വലായിട്ട് മാറും. ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6x മൈനസ് 9y ഈസ് ഈക്വൽ ടു 33 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഇക്വേഷൻ 3 എന്ന് കൊടുക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനെ നമ്മളപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6x പ്ലസ് 8y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നത്, 16 എന്ന് കിട്ടും. 16. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇക്വേഷൻ 4 എന്ന് കൊടുക്കാം. ഇപ്പോൾ നോക്കി നോക്കൂ, ഇപ്പോൾ മൂന്നാമത്തെ ഇക്വേഷനിലും നാലാമത്തെ ഇക്വേഷനും എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഈക്വലായി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 3ൽ നിന്ന് ഇക്വേഷൻ 4 നമ്മൾ കുറയ്ക്കും. 4 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 6xൽ നിന്ന് 6x കുറച്ചാൽ എന്ത് കിട്ടും, 0 ആയിരിക്കും. അപ്പോൾ എക്സ് അവിടെ പോയി കിട്ടി. ഇനി നമുക്ക് ആരെയാണ് കൊടുക്കേണ്ടത്, -9y കുറയ്ക്കണം പ്ലസ് 8y ആണ്. -9y കുറയ്ക്കണം 8y എന്ന് വരുമ്പോൾ എന്താവും, ഇതെന്തായി മാറും, -9y പ്ലസ് മൈനസ് ചേർന്നിട്ട് എന്താവും, -8y എന്നാവും. 9ഉം 8ഉം കൂടി കൂട്ടുക, ഒരേ ചിഹ്നമാകുമ്പോൾ കൂട്ടിയിട്ട് അതേ ചിഹ്നം, അപ്പോൾ -17y എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് ഇംപ്ലൈസ് എന്ത് എഴുതാം, നമുക്ക് ഇതിനെ -17y ഈസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം, 33ൽ നിന്ന് 16 കുറയ്ക്കുക. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, 33 16 കുറച്ച് എത്രയാണ് വരുന്നത്, 17 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 17 എന്ന് കിട്ടി. ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് -17y ഈസ് ഈക്വൽ ടു 17 എന്നാണ്. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 17y മൈനസ് 17 ഈക്വൽ ടു എന്ത് കിട്ടും, നമുക്ക് -1 എന്ന് കിട്ടും. ഇപ്പോൾ വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇക്വേഷൻ 1ലോ 2ലോ ഏത് ഇക്വേഷനിൽ കൊടുത്താലും എക്സിൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഒന്നാമത്തെ ഇക്വേഷനിൽ എന്ത് കൊടുക്കുക, വൈയുടെ വാല്യൂ -1 എന്ന് കൊടുക്കുക. ഒന്നാമത്തെ ഇക്വേഷനിൽ പുട്ട് y ഈസ് ഈക്വൽ ടു -1 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക നോക്കാം. അപ്പോൾ 2x മൈനസ് 3 × y എന്നാണ്. അപ്പോൾ 3 × -1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 11. അപ്പോൾ 2x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടും. 2x ഈക്വൽ ടു 11 മൈനസ് 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. 2x ഈക്വൽ ടു 8 എന്ന് കിട്ടും. നമുക്ക് x ഈസ് ഈക്വൽ ടു 8/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 4 എന്ന് കിട്ടും.
അപ്പോൾ എക്സും വൈയും കിട്ടി. അതുകൊണ്ട് therefore പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ആദ്യം എക്സ് ആണ് എഴുതുക, പോയിന്റ് അല്ലേ. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 4, -1 എന്നായിരിക്കും വരും.